നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 119 119. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 119. ഇന്ന് പ്രഥമസ്കന്ധത്തിൽ 13-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. കഞ്ചിത് കാലമധാവാൽസീത് സത്കൃതോ ദേവവൽ സുഖം ഭ്രാതൃജ്യേഷ്ഠസ്യ ശ്രേയസ്കൃത് സർവേഷാം പ്രീതിമാവഹൻ. 4 വരി ശ്ലോക. കഞ്ചിത് കാലമധാവാസീത് സത്കൃതോ ദേവവൽ സുഖം ഭ്രാതൃജ്യേഷ്ഠസ്യ ശ്രേയസ്കൃത് സർവേഷാം പ്രീതിമാവഹൻ. എന്താ അർത്ഥം പറയണത്? പിന്നെ തദനന്തരം, അതായത് 13-ാം ശ്ലോകത്തിൽ പറഞ്ഞതിന് ശേഷം, പിന്നെ ദേവനെ പോലെ സൽക്കരിക്കപ്പെട്ടും ജ്യേഷ്ഠഭ്രാതാവിന് ശ്രേയസ്സിനെ ഉണ്ടാക്കുവാനായിട്ട് എല്ലാവർക്കും പ്രീതിയെ ജനിപ്പിക്കുന്നവനായിട്ട്, അതാണ് എല്ലാവർക്കും പ്രീതിയെ ജനിപ്പിക്കുന്നവനായിട്ട് കുറേ കാലം കുറേ കാലം സുഖമായിട്ട് വസിച്ചു. ഒരു പ്രസ്താവനയാണത്. അതിൻ്റെ ഭാവാർത്ഥം പറയാം. പിന്നെ വിതുരർ, ധർമ്മപുത്രർ മുതലായവരാൽ ദേവനെന്ന പോലെ സൽക്കരിക്കപ്പെട്ടും. അതാണ് ഒരു വ്യക്തിയെ ദേവനാക്കണത് ആരാ? അദ്ദേഹത്തിലുള്ള ഗുണഗണങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കുമ്പോഴാണ്. അതാണ് എൻ്റെ കാർന്നവർ പറഞ്ഞു, പൂജനായ എന്നെ പൂജനാക്കി രാജൻ. അദ്ദേഹത്തിൻ്റെ ബടാപ്പൻ ആണ് അദ്ദേഹം, പൂജ്യനാന്ന് അദ്ദേഹം പറയും. എന്നിട്ട് നമ്മൾക്ക് പേര് കിട്ടാൻ വേണ്ടിയിട്ട് പറയും, രാജനാണ് എന്നെ പൂജ്യനാക്കിയത്. അത് ഒരു കടാണ് നമുക്ക്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ പൂജ്യനാക്കി തീർക്കുക. അതായിരിക്കണം നമ്മുടെ മാനസികാവസ്ഥ. അപ്പോൾ അവർ ആ അവസ്ഥയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയുടെ ആറിലൊന്നും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് മാതിരിയാണ്. എനിക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇല്ല ലൗകിക ബാങ്കിൽ. അത് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭാഗവതം വായിച്ചപ്പോൾ ഞാൻ ഉറപ്പിച്ചു, കാശിൻ്റെ പിന്നാലെ പോരുത് എന്ന്. ഭഗവാൻ എന്താ പറഞ്ഞത്? നിങ്ങളെ ദരിദ്രനാരായണനാക്കി ഞാൻ. ശരിക്കും നല്ല ഭക്തി ഉള്ളവരങ്ങനെയാണ്. ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ശരിക്കും ആയിട്ടില്ല എന്നർത്ഥം. അങ്ങനെയാണ്. പ്രൊഷയോ എന്താ പോട്ടെ. അപ്പോൾ ദേവനെന്ന പോലെ സൽക്കരിക്കപ്പെട്ടും അവർക്കെല്ലാവർക്കും പരമസന്തോഷത്തെ ജനിപ്പിച്ചുകൊണ്ടും ജ്യേഷ്ഠഭ്രാതാവായ ധൃതരാഷ്ട്രർക്ക് തത്വോപദേശത്തെ ചെയ്തുകൊണ്ടും. അപ്പോൾ ദേവത്വം പ്രാപിച്ചാൽ ദേവനെപ്പോലെ മറ്റുള്ളവർ കരുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് തത്വങ്ങളെ ഉപദേശിക്കാൻ സാധിക്കണം. നമുക്ക് കുറച്ചു കാലം അവിടെ വസിച്ചു. അടുത്ത ശ്ലോകം 15. അഭിഭ്രതര്യമാദണ്ഡം യഥാവദകാരിഷു യാവദ്ദധാരശൂദ്രത്വം ശാവാധർഷശതം യമ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ശ്ലോകമാണ്. അതിൻ്റെ അർത്ഥം അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അഭിഭ്രതര്യമാദണ്ഡം യഥാവദകാരിഷു യാവദ്ദധാരശൂദ്രത്വം ശാവദ്വർഷശതം യമ.
യമൻ ശാപം ഹേതുവായിട്ട്, യമദേവൻ ശാപം ഹേതുവായിട്ട് 100 വർഷം ശൂദ്രൻ എന്ന നിലയെ ഏതുവരെ ധരിച്ചുവോ അതുവരെ പാപികളിൽ ദണ്ഡത്തെ സൂര്യൻ യഥാവിധി ഭരിച്ചു. അതായത് ഈ വിതുരനാരാ? യമധർമ്മരാജാവ് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിനൊരു ശാപം കിട്ടി, 100 വർഷം ശൂദ്രനായിട്ട് ഈ ലോകത്ത് ജീവിക്കേണ്ടത്. പറഞ്ഞേ അതിൻ്റെ കഥ ഇവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട്, വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശൂദ്രനായ വിതുരർ ജ്യേഷ്ഠഭ്രാതാവും ക്ഷത്രിയനുമായ ധൃതരാഷ്ട്രർക്ക് ആത്മതത്വോപദേശം എങ്ങനെ ചെയ്തു? ഇതൊരു ചോദ്യമാണ്. കാരണം ക്ലാസ് കോൺഷ്യസിലെ ബ്രാഹ്മണർ കഴിഞ്ഞാൽ മേലെ ഈ യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ്, ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ്റെ താഴെ വൈശ്യനുണ്ട്, വൈശ്യനും താഴെയാണ് ക്ലാസിഫിക്കേഷനിൽ ശൂദ്രൻ. അപ്പോൾ ശൂദ്രനായിരിക്കുന്ന വിതുരരെ ക്ഷത്രിയനായിരിക്കുന്ന ധർമ്മപുത്രർക്ക് എങ്ങനെ ഉപദേശം നൽകി? ഇതൊന്നും ഇന്നത്തെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രമോഷമുണ്ടോ? അതിന് അദ്ദേഹത്തിന് അധികാരമുണ്ടോ എന്ന ശങ്കയ്ക്ക് സമാധാനം പറയണം. യമധർമ്മരാജാവിന് മാണ്ഡവ്യമുനിയുടെ ശാപം നിമിത്തം 100 വർഷം ശൂദ്രനായിട്ട് ഭൂലോകത്തിൽ ഇരിക്കേണ്ടി വന്നു. ആ കാലം യമലോകത്തിൽ ചെല്ലുന്ന പാപികളെ യഥാവിധി ശിക്ഷിക്കേണ്ടതായ ഭാരത്തെ യമധർമ്മരാജാവിന് പകരം പിതാവായ സൂര്യഭഗവാൻ നടത്തി. അപ്പോൾ യമധർമ്മരാജാവിൻ്റെ അച്ഛനാരാ? സൂര്യൻ. ഛായ എന്ന സ്ത്രീയിലുണ്ടായതാ, സൂര്യൻ്റെ ഛായ. അതൊക്കെയാണ് ഈ കഥയിലുള്ള രസാനുഭൂതികൾ. ഈ ശാപത്തിനുള്ള കഥ മഹാഭാരതത്തിൽ വിവരിച്ചിരിക്കുന്നു. കള്ളന്മാരെ അന്വേഷിച്ച് നടന്ന രാജവണന്മാർ മാണ്ഡവ്യൻ തപസ് ചെയ്യുന്ന സ്ഥലത്തിൽ ആ കള്ളന്മാരെ കണ്ടതിനാൽ ആ മുനിയോടുകൂടെ ചോരന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. ഇയാൾ അത് കഥ പറയുന്നുണ്ട്. രാജകൽപ്പന പ്രകാരം എല്ലാവരെയും ശൂലത്തിൽ കയറ്റി. അനന്തരം രാജാവിന് ഋഷിയെ നന്നായി അറിയാൻ ഇടവന്നപ്പോൾ ശൂലത്തിൽ നിന്ന് ഇറക്കി ക്ഷമായാചനം ചെയ്തു പ്രസാദിപ്പിച്ചു. അതിൽപടി മുനി യമധർമ്മരാജസന്നിധിയിൽ ചെന്ന് ദേഷ്യത്തോടുകൂടെ എന്നെ ശൂലാരോഹണ ദുഃഖം അനുഭവിപ്പാൻ എന്ത് കാരണം? കാരണം യമൻ അറിയാതെ കണ്ട് ഒരു കാര്യം ഒരു രാജാവിനും ചെയ്യാൻ പറ്റില്ല. പ്രേരണ കിട്ടുന്നത് ആരാ? ഈശ്വരനിൽ നിന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കാരണം ചോദിച്ചു. ബാല്യത്തിൽ ഒരു ശലഭത്തെ ദർഭപ്പുല്ലിൻ്റെ അഗ്രത്ത് കോർത്ത് കളിച്ചു താൻ. നോക്കൂ, ഇത് ഈ കഥയൊക്കെ നമ്മുടെ മനസ്സിൽ ഇരുന്നാൽ ആർക്കിരിക്കണം? ഓരോ കുട്ടികൾക്കും സ്ത്രീ പുരുഷ ഭേദമില്ലാണ്ട് 6, 8, 10 വയസ്സിൽ ഈ കഥകൾ അറിഞ്ഞിരിക്കണം. അവർ വലുതായി സ്ത്രീ പുരുഷന്മാരായി ദമ്പതികളാകുമ്പോൾ അവരുടെ കുട്ടികളെ ശുശ്രൂഷിക്കാൻ, പറഞ്ഞു കൊടുക്കാൻ, ടീച്ച് ചെയ്യാൻ അവർക്ക് യോഗം വരണമെന്നുണ്ടെങ്കിൽ അവർ പഠിച്ചിരിക്കണം. എന്നപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ 47-ാമത്തെ വയസ്സിലാണ് ഫുള്ളായിട്ട് ഈ ഫീൽഡിലേക്ക് വന്നത്. ഫുള്ളായിട്ട്. അപ്പോൾ അതൊരു ഡെസ്റ്റിനി. ആ ഡെസ്റ്റിനി കനോട്ട് ബി റീറിട്ടൺ. മാറ്റിമറിക്കാൻ പറ്റില്ല. 47 വയസ്സിലാണ് എനിക്ക് ഗുരുപദേശം കിട്ടുന്നത്. അപ്പോൾ യോഗ്യത എന്താ? ഇതൊക്കെ പഠിക്കാനുള്ള യോഗ്യത എന്താ? ഭാഗവതം തന്നെ പറയണു, ജന്മാന്തരേ ലഭേ പുണ്യം. ജന്മാന്തരങ്ങളിൽ സമ്പാദിച്ച പുണ്യങ്ങളെ കൊണ്ടാണ് ഭാഗവതം കയ്യിൽ എടുക്കണമെന്ന് തോന്നുക. അതിന് ഭാരം കൂടും. ഇത് വേണ്ട, ഈ നാരായണീയം മതി എന്ന് തോന്നിക്കണത് നമ്മൾക്ക് ഭാഗവത സുധ അനുഭവിക്കാറായിട്ടില്ല. അതാണ്ടാ നാരായണീയം നിങ്ങൾ അത്ര നല്ല രീതിയിൽ പഠിച്ചാലും ഭാഗവത സുധയുടെ ഒപ്പത്തില്ല. അതിന് നമ്മൾക്ക് മുന്നേ ഉള്ള സൂര്യകൾ പറഞ്ഞിട്ടുണ്ട്. നാരായണീയം ഈസ് ജസ്റ്റ് ലൈക്ക് എ സ്റ്റോം ഇൻ എ കപ്പ്. ചായ ഊതി കുടിക്കുമ്പോൾ ആ ചായ കുടിക്കുന്ന കപ്പിൽ തിരമാലകൾ വരും ഊതുമ്പോൾ. അതും സമുദ്രത്തിലത്തെ തിരമാലും വേറെയല്ലേ? അത്ര വിചാരിച്ചാൽ മതി. ഇപ്പം നാരായണത്തിൽ നിന്നാണ് തീവ്ര
എന്ത് കിട്ടണത്, ചിന്ത കിട്ടണത്, അത് ആൾക്കാർക്ക് ഭാഗവത സുധ കിട്ടാറായിട്ടില്ല എന്നുള്ള അർത്ഥത്തിലേ ഞാൻ എടുക്കുള്ളൂ. കാരണം നാരായണീയത്തിൽ ഓരോ ശ്ലോകം അവസാനിക്കുമ്പോഴും എൻ്റെ വാതരോഗം മാറ്റണേ, എൻ്റെ വാതരോഗം മാറ്റണേന്നാണ്. ഭാഗവതത്തിൽ അങ്ങനെയല്ല. ഭാഗവതത്തിൽ ഓരോ അധ്യായം കഴിയുമ്പോഴും ഇത് വായിക്കുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ ശ്രേയസ്, കീർത്തി ഉണ്ടാവുന്ന, ഭവസാഗരണങ്ങൾ തരണം ചെയ്യുന്ന. പിന്നെ അർത്ഥം അറിയാത്തതുകൊണ്ടാണ്. എന്താ വായിക്കണമെന്ന് ഇപ്പോൾ വായിക്കണവർക്കും അറിയില്ലല്ലോ. എന്തോട്ടെ. അപ്പോൾ ഇവിടെ ശൂലാരോഹണ ദുഃഖം അനുഭവിപ്പാൻ എന്ത് കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ബാല്യത്തിൽ ഒരു ചിത്രശലഭത്തെ ഒരു ദർഭപുല്ല് കയറ്റിയിട്ട് അങ്ങ് കളിച്ചിട്ടുണ്ട്. ആ കുറ്റത്തിനുള്ള ശിക്ഷയാണെന്ന് യമൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരെന്ത് ചെയ്യും അല്ലേ? പുനരഭി ജനനം പുനരഭി മരണം തന്നെയാണ്. അപ്പം ബ്രഹ്മോപദേശം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പാത്രീഭൂതരാവണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് ക്ഷമ വേണം. ഭാഗവതം എന്താണെന്ന് അറിയണം നമുക്ക്, വേണ്ടേ? അപ്പോൾ ഒന്നുമില്ല, ഒരു 450-460 കൊല്ലം പഴക്കല്ലേ ഉള്ളൂ പിന്നെ നാരായണീയത്തിന്. അപ്പോൾ ഇത് ടൈം പറയാൻ പറ്റില്ല. ഭാഗവതം എത്ര കാലമായി? ഇനിയിപ്പോൾ ദ്വാപരയുഗത്തിലെന്ന് പറഞ്ഞാൽ 5000 വർഷം പഴക്കമുണ്ട്. അത് ഈ ദ്വാപരയുഗത്തിലല്ലല്ലോ, എല്ലാ ദ്വാപരയുഗത്തിലും കൃഷ്ണൻ വന്നിട്ടുണ്ടല്ലോ. ഇത് ആവർത്തിക്കല്ലേ ചെയ്യണത്. ഇത്രാമത്തെ മന്വന്തരം, ഇത്ര ചതുരങ്ങൾ കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയണില്ലേ. അപ്പോൾ ഇത് മോക്ഷപ്രാപ്തിക്കുള്ളതാണ് ഭാഗവതം. അതുകൊണ്ടാണ് ബാല്യകാലത്തിൽ അറിയാതെ ചെയ്ത അപരാധത്തിന് ഈ കഠിന ശിക്ഷ ചെയ്യിച്ചതിനാൽ നീ ശൂദ്രനായി ഭവിക്കുക എന്ന് ശപിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. അറിയാണ്ട് വിഷം പാനം ചെയ്താലും നമ്മൾ മരിക്കില്ലേ? എൻ്റെ കുട്ടിക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു, പക്ഷെ കുട്ടിക്ക് അറിവില്ലായ്മ വന്നു, തെറ്റിദ്ധരിച്ചു. പാരസെറ്റമോള് വെച്ച പാത്രത്തിൽ അതിൽ പോയ്സണായിരുന്നു, അല്ലെങ്കിൽ എലിവിഷമായിരുന്നു, അല്ലെങ്കിൽ അതിൽ ആവണക്കെണ്ണയായിരുന്നു എന്ന് പറഞ്ഞിട്ട് സ്പൂണ് കുട്ടികൾക്ക് കൊടുത്താൽ വയറ്റിൽ നന്നായിട്ട് പൂവും പറഞ്ഞ് കൊടുത്താൽ അത് ശ്വാസനാളത്തിനെ ബാധിക്കണു. എല്ലാവരും മത്സ്യം കഴിക്കുന്നുണ്ട്, പലവരും 95% ആൾക്കാർ മത്സ്യം കഴിക്കുന്നുണ്ട്. ചിലവർ മാത്രം അതിൻ്റെ മുള്ള് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരിക്കുന്നു. കാരണം എന്താ? മരണത്തിന് സമയമാച്ചാൽ മരിക്കും. അതിനൊരു കാരണം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയണു, ബാല്യകാലത്തിൽ അറിയാതെ ചെയ്ത അപരാധത്തിന് ഈ കഠിന ശിക്ഷ ചെയ്യിച്ചതിനാൽ നീ ശൂദ്രനായി ഭവിക്കുക. അപ്പോൾ നമ്മൾ അറിയാണ്ട് ചെയ്തതല്ലേ ഭഗവാൻ പൊറുക്കുന്നു നമ്മൾ പറയരുത്. നമ്മളല്ലല്ലോ വിധികർത്താവ്. അപ്പം നീ ശൂദ്രനായി ഭവിക്കുക എന്ന് ശപിച്ചു. ആ ശാപം നിമിത്തം ശൂദ്രനായി ജനിച്ച യമധർമ്മരാജാവാണ് വിതുരൻ. അതാണ് വിതുര നീതി, തെറ്റില്ല. അതിനാൽ ജന്മാന്തര സംസ്കാര നിമിത്തം പോയിന്നു യമധർമ്മരാജാവാണ് വിതുരൻ. അതിനാൽ ജന്മാന്തര സംസ്കാര നിമിത്തം ഉപദേശിപ്പാനുള്ള യോഗ്യത വിതുരർക്കുണ്ട്. മനസ്സിലായോ? ബാക്കി ജാതിയൊന്നും പറയണില്ല. 16ാമത്തെ ശ്ലോകം. യുധിഷ്ഠിരോ ലബ്ധരാജ്യോ ദൃഷ്ട്വാ പൗത്രം കുലധരം ഭ്രാതൃഭിർലോകപാലാഭൈമുമുദേ പരയാശ്രിയാം. യുധിഷ്ഠിരോ ലബ്ധരാജ്യോ ദൃഷ്ട്വാ പൗത്രം കുലം ധരം ഭ്രാതൃഭിർലോകപാലാഭൈർമുമുദേ പരയാശ്രിയാം. രാജ്യത്തെ പ്രാപിച്ച ധർമ്മപുത്രർ ലോകപാല സദൃശന്മാരായ സഹോദരന്മാരോടുകൂടെ കുലത്തെ നിലനിർത്തുന്ന പുത്രൻ്റെ പുത്രനെ, അതായത് പരീക്ഷത്തിനെ കണ്ടിട്ട് ഉത്കൃഷ്ടമായ ശോഭയോടെ മോദിച്ചു, സന്തോഷിച്ചു. ഇവിടെ വാക്കാണ് ശ്രിയ. എൻ്റെ പേരക്കുട്ടിയുടെ പേര് ശ്രിയ എന്നാണ്. അപ്പോൾ ഞാൻ ഭാഗവതത്തിൽ അത് ധാരാളം വായിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് സംസ്കൃതത്തിൽ അധികം അറിവുണ്ടായിരുന്നില്ല അന്ന്. ഞാൻ എൻ്റെ മകളോട് ചോദിച്ചു, മോളെ എന്താ ശ്രിയ എന്ന് പറഞ്ഞ അർത്ഥം? അല്ല അച്ഛാ, മഹാലക്ഷ്മി എന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞ രസം മനസ്സിലായോ? അപ്പോൾ അന്ന് മുതൽക്ക് ഞാൻ ഈ ശ്രിയ എന്ന് പറഞ്ഞാൽ
നമുക്കൊരു പിടുത്തം കിട്ടും. അങ്ങനെയാണ് നമ്മുടെ വിജ്ഞാനം നമ്മൾ കൂട്ടുക. അപ്പോൾ ശ്രിയാ പരയാ ശ്രിയാ ശോഭയോടെ മോദിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ധർമ്മപുത്രർ രാജ്യത്തെ ലഭിച്ച് ലോകപാലകന്മാരായ ഇന്ദ്രാദി 4 പേരോട് സദൃശന്മാരായ സഹോദരന്മാരോടുകൂടെ വംശത്തെ നിലനിർത്തുവാൻ യോഗ്യനായ പൗത്രനെ നോക്കി പരമസന്തോഷത്തോടെ വിളങ്ങി. ഓക്കെ, 17ാമത്തെ ശ്ലോകം. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാ അത്യാക്രമത വിജ്ഞാതാ കാല പരമദുസ്തരാം. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാ അത്യാക്രമത വിജ്ഞാതാ കാല പരമദുസ്തരാ. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്രകാരം ഗൃഹങ്ങളിൽ അതിതാൽപര്യമുള്ളവരും ആ വ്യാപാരത്താൽ മതിച്ചവരുമായവരുടെ ഏറ്റവും ദുസ്തരമായ ആയുഷ്കാലം അറിയപ്പെടാത്തതായിട്ട് അതിക്രമിച്ചു. കാരണം ഇവർക്ക് ഇനി എന്താ ഉണ്ടാവാൻ പോണത് എന്നുള്ളത് അപ്പോഴും അറിയില്ല. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം നോക്കൂ. ഇങ്ങനെ പുത്രൻ പൗത്രൻ എന്നീ വിഷയങ്ങളിൽ ആസക്തന്മാരും അവരുടെ പരിപാലനാദി വ്യാപാരങ്ങളുടെ തിരക്ക് കണ്ട് മതിമറന്നവരുമായ ആളുകളെ ആയുഷ്കാലം അവർ അറിയാതെ തന്നെ കഴിഞ്ഞു പോകുന്നു. നമ്മൾ അറിയണില്ല. നമ്മൾ ധനദാഢ്യന്മാരാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ധനം വന്നാൽ ആഢ്യത്വമായി നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ശരിക്കുള്ള ആഢ്യത്തരം എന്താ? അറിവാണ്. പക്ഷേ അറിവ് കൂടുന്തോറും നമ്മൾക്ക് ആഢ്യത്തരല്ല കൂടുക, പിന്നെയോ വിനയാണ് കൂടേണ്ടത്. അർത്ഥം രണ്ടിന് ഏറെക്കുറെ ഫലം ഒന്നാണ്, പക്ഷെ അർത്ഥത്തിന് വളരെ വ്യത്യാസമുണ്ട്. തെങ്ങും കൊലകൾ മേപ്പെട്ടല്ല നിൽക്കുക, തെങ്ങിൻ കൊലകൾ കീഴ്പ്പെട്ടാൽ നിൽക്കുക. അത് വീഴാതെണ്ടിരിക്കാനാണ് പിടിച്ച് കെട്ടേണ്ടത്. കയറിട്ട് കെട്ടും. വീടിൻ്റെ അടുത്തുള്ള പട്ടകൾ പിടിച്ച് കിട്ടും. അത് ഇടിഞ്ഞ് തൂങ്ങി നിൽക്കണം. അത് പെരട മുകളിൽ വീണാൽ ഓട് പൊട്ടും. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ഭാഗവതത്തിൽ ഇതിനെയൊക്കെ ഉപമയായിട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് ഇതിൻ്റെ അർത്ഥതലങ്ങളുള്ളത്. അത് നമുക്ക് അറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ 18ാമത്തെ ശ്ലോകം. വിദൂരസ്തദഭിപ്രേത്യ ധൃതരാഷ്ട്രം അഭാഷതാ രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയം ആഗതം. വിദുരസ്തദഭിപ്രേത്യ ധൃതരാഷ്ട്രം അഭാഷതാ രാജനിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം. അതായത് എനിക്കിതിൻ്റെ അർത്ഥം അറിയാം എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിതുരര് ധർമ്മപുത്രർക്ക് തത്വജ്ഞാനമൊക്കെ ഉപദേശിച്ച ശേഷം കുറച്ചു കാലം അവിടെ താമസിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു പരിപക്വതാവസ്ഥ വന്നപ്പോൾ ഒരു ദിവസം സൂത്രത്തിൽ തൻ്റെ മൂത്ത ജ്യേഷ്ഠനായിരിക്കുന്ന ധൃതരാഷ്ട്രോട് ചോദിച്ചു, ഇപ്പോൾ 10-32 വർഷം മുമ്പ് അങ്ങയുടെ ആൺമക്കളെയൊക്കെ തച്ചു കൊന്ന ഭീമൻ നായക്ക് ഉരുട്ടിക്കൊടുക്കുന്ന ചോറുള്ള പോലെയുള്ള ചോറ് കഴിച്ചിട്ടല്ലേ അങ്ങ് ജീവിക്കണത്? മതിയാക്കിക്കൂടെ? നമ്മൾക്കിപ്പോൾ നല്ല സമയമാണ്, വാനപ്രസ്ഥം സ്വീകരിക്കുക എന്ന് പറഞ്ഞ് ഒരു രാത്രി ആരും അറിയാണ്ട് ഹസ്തിനപുരം വിട്ടുപോവാണ്. അപ്പോൾ ധൃതരാഷ്ട്രനൊപ്പം ഗാന്ധാരിയും പോയി. പാണ്ഡവരുടെ അമ്മ കുന്തി ദേവി അവരുടെ ഒപ്പം പോയി. കാരണം പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവായിരുന്ന പാണ്ഡുപുത്ര മഹാരാജാവ് എന്നോ മരിച്ചു കഴിഞ്ഞു. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കുന്തിദേവി ജീവിച്ചത്, ഉടന്തടി ചാടാതെ കണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ രാജാക്കന്മാർ ആയി. അങ്ങനെയാണ്. അത് മാത്രമല്ല, ജ്യേഷ്ഠ സഹോദരി സ്ഥാനമാണല്ലോ
ഗാന്ധാരിക്ക്. ഗാന്ധാരി കണ്ണ് കെട്ടിയിട്ടാണ് പോണത്. അവർക്ക് ഒരു തുണയായി. വയസ്സുകാലത്തു കൂടി കുന്തിദേവി മറ്റുള്ളവർക്ക് ഉപകാരമാണ് ചെയ്യുന്നത്. അതും തൻ്റെ മക്കളെ പലതരത്തിൽ ഉപദ്രവിച്ചിട്ടുള്ള കൗരവാദികളുടെ അമ്മേനെയാണ് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് വാനപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് ഭാഗവതത്തിൻ്റെ ഗരിമ. നമ്മൾ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? 10 പൈസ വരുമ്പോഴേക്കും നമ്മൾക്ക് ആരാന്നുള്ളൊരു ധാരണയില്ലാണ്ട് അവരവരുടെ നിലനിൽപ്പിനും ഉയർച്ചയ്ക്കും കാരണഭൂതരായിട്ടുള്ളവരെ തള്ളിപ്പറയുക, സാധുക്കളായിട്ടുള്ള ആൾക്കാരെ ചവിട്ടി തേക്കുക. ഇതാണോ ജീവിതം? അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വിതുരർ അതിനെ അറിഞ്ഞിട്ട്, ഏതിനെ അറിഞ്ഞിട്ട്? ഈ പൗത്രസ്നേഹം കാരണം കാലഗതി നമ്മളെ വൃദ്ധാവസ്ഥയിലേക്ക് എത്തിക്കണു, മഹാപ്രസ്ഥാനത്തിന് സമയമായി എന്നറിയാതെ കൊണ്ട് ജീവിക്കുന്നത്. വൈരാഗ്യം വന്ന്, ഭക്തിജ്ഞാന വൈരാഗ്യം വന്ന് എന്താണെന്ന് പറയാം, ഭക്തിയുടെ തീവ്രതയിൽ ഈശ്വരനായി തീരേണ്ട കാലം അതിക്രമിച്ചു എന്ന് മനസ്സിലാക്കി അദ്ദേഹം. അപ്പോൾ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, ഹേ രാജാവേ, വേഗത്തിൽ നിർഗമിച്ചാലും പുറപ്പെട്ടാലും സമീപത്ത് വന്നിരിക്കുന്ന ഈ ഭയത്തെ കണ്ടാലും. ഉപദേശിക്കുകയാണ്. അതിൻ്റെ ടെക്നിക്കാലിറ്റി നമുക്ക് ഭാവാർത്ഥത്തിൽ മനസ്സിലാവും. ഈ കാലാതിക്രമണത്തെ സൂക്ഷിച്ചറിഞ്ഞിരിക്കുന്ന വിതുരർ ജ്യേഷ്ഠഭ്രാതാവായ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, ഹേ രാജാവേ, അങ്ങ് ഒട്ടും താമസിക്കാതെ വെളിക്ക് പുറപ്പെടണം, അതായത് വാനപ്രസ്ഥത്തിന് പുറപ്പെടണം. ഇതാ ഭയം അടുത്തെത്തിക്കഴിഞ്ഞു, സൂക്ഷിച്ചു നോക്കുക. ഇതാണ് പറഞ്ഞത്. 19ാമത്തെ ശ്ലോകം. പ്രതിക്രിയാനയസ്യേഹ കുതശ്ചിൽ കർഹ്യചിൽ പ്രഭോ സ ഏവ ഭഗവാൻ കാല സർവേഷാം ന സമാഗതാം. പ്രതിക്രിയാനയസ്യേഹ കുതശ്ചിൽ കർഹ്യചിൽ പ്രഭോ സ ഏവ ഭഗവാൻ കാല സർവേഷാം ന സമാഗത. വലിയൊരു വേദാന്ത സത്യമാണ് പറഞ്ഞത്. എല്ലാറ്റിനും പരിഹാരമില്ല. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മളൊക്കെ നാമാവശേഷം ആവണം. ആ സമയമായി. അതുകൊണ്ട് കാലത്തിന് കുറ്റം പറയരുത്. മരണത്തിന് പരിഹാരമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ എഴുകിച്ചേരണം, അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ പറയണു, ഹേ മഹാപ്രഭുവായുള്ളവേ, യാതൊന്നിന് ഈ ലോകത്തിൽ പ്രതികാരം ഏതു വിധത്തിലും ഏതു കാലത്തും ഇല്ലയോ. മരണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞതേ. മരണത്തിന് പ്രതിക്രിയയില്ല, പിടിച്ച് കിട്ടാൻ പറ്റില്ല. അപ്പോൾ 8ാം വയസ്സിലോ 9ാം വയസ്സിലോ ഒരു കുട്ടി മരിക്കാൻ പോവുകയാണെങ്കിൽ 10-18 കോടി രൂപ ചിലവാക്കിയാലും ഈശ്വരഹിതത്തിനെ നമ്മൾക്ക് മാനിക്കാൻ പറ്റില്ല. ഭാഗവതം വായിക്കാത്ത ഡോക്ടർമാരും പൊളിറ്റീഷ്യന്മാരും ചിന്തകന്മാരും ആണ് ബക്കറ്റ് പിരിവെടുത്തിട്ട് നമ്മളെ ബാങ്ക് ബാലൻസൊക്കെ കൊടുത്തിട്ട് നക്കാപ്പിച്ച കാശയച്ച് എനിക്ക് മരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുട്ടീനെ സംരക്ഷിക്കണമെന്ന് പറയാൻ തോന്നണത്. നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലായി അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ മിഷനറീസാണ് ഇതിൻ്റെ പിന്നിൽ, ഈ വ്യവഹാരത്തിൽ, അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ അവയവദാനം. ചിലവർ മരിക്കുക എന്ന് പറഞ്ഞാൽ ചില അവയവങ്ങൾ ദാനം ചെയ്യുക. ഈശ്വരൻ്റെ ഹിതത്തെ ചോദ്യം ചെയ്യലല്ലേ അത്? അല്ലേ? ഞാനങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഭഗവാൻ എന്തുകൊണ്ട് ഒരാൾക്ക് അന്ധത കൊടുത്തു? ചോദ്യമാണ്. ആലപ്പുഴയിൽ സ്റ്റാർ സിംഗർ ഫേമസ് മണി പറഞ്ഞിട്ടൊരാളുണ്ട്. ചില ഡോക്ടേഴ്സ് പറഞ്ഞു, വരുടോ തനിക്ക് കണ്ണ് മാറ്റി വയ്ക്കാം. നോ, നത്തിങ് ഡൂയിങ്, എനിക്ക് അന്ധതയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ശരിയാണത്. ഞാൻ അവൻ്റെ ഭാഗത്താണ്. ഈ ഭാഗവതം മനസ്സിലാക്കിയാൽ എല്ലാറ്റിനും പ്രതിക്രിയ ഇല്ല എന്നുള്ളത് മനസ്സിലാവും നമുക്ക്. അപ്പോൾ പറഞ്ഞു, ഏതു വിധത്തിലും ഏതു കാലത്തും ഇല്ലയോ ഭഗവാൻ, ആ കാലരൂപനായ ഈശ്വരൻ. രണ്ടർത്ഥത്തിലും സമയമാകുന്ന ഈശ്വരൻ എന്നും പറയാം,
മരിച്ച മരണത്തിൻ്റെ നാഥനായിരിക്കുന്ന കാലൻ എന്ന് പറയാനും കുഴപ്പമില്ല. കാലസ്വരൂപനായ ഈശ്വരൻ സർവന്മാരായ നമ്മളുടെ അടുത്ത് വന്നു ചേർന്നു. അതായത് നമ്മളെ കൊണ്ടുപോകേണ്ട സമയമായിരുന്നു. അപ്പം ഇനി നമ്മൾ ഈ എന്താ പറയുക, ആചാരവഴക്കം പോലെ ധർമാചാരത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗമാണ് ഗൃഹസ്ഥൻ എന്താ പറയുക, ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് വരുന്നില്ല. ഗൃഹസ്ഥൻ കഴിഞ്ഞാൽ കാട്ടുകയറുക, വാനപ്രസ്ഥനാവണം, സന്യാസി ആവണം. സന്യാസിത്വം വരുമ്പോഴാണ് വാനപ്രസ്ഥം വേണമെന്ന് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പോഴത്തെ സന്യാസിമാരങ്ങനെയല്ല. സന്യാസിമാർ സെക്രട്ടറി വേണം, ബാങ്ക് അക്കൗണ്ട് വേണം, AC വേണം, ശീതോഷ്ണങ്ങളെ ഒരുപോലെ കണക്കാക്കാൻ സാധിക്കുന്നവനാണ് ആചാര്യൻ എന്ന് പറയുന്നുണ്ട്. ഇന്ന് ആ വാക്കിന് വല്ല അർത്ഥമുണ്ടോ? യജ്ഞവേദികളിൽ കൂളറല്ലേ വെച്ച് കൊടുക്കുന്നത്, താമസിക്കാൻ AC റൂമും. വിഡ്ഢിക്കൂഷ്മാണ്ഡങ്ങളുടെ ഇടയിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. എന്തിനാ കാലത്തിനെ കുറ്റം പറഞ്ഞത്? ഭാഗവത തത്വം മനസ്സിലാക്കിയിട്ടാണോ ജീവിക്കുന്നത്? അല്ല. ആരൊക്കെ ഭാഗവത തത്വങ്ങൾ മനസ്സിലാക്കാണ്ട് ജീവിക്കുന്നുണ്ട് അവർക്കൊക്കെ നരകാണ് ഫലം. അത് ഞാൻ പറഞ്ഞതല്ല, ഭാഗവതം പറഞ്ഞു. അതേപോലെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ഭയങ്കര സിമ്പിളാണ്. 2 വരി. ഹേ പ്രഭോ, ഏതു വിധത്തിലും ഏതു കാലത്തിലും തടുക്കാൻ കഴിയാത്ത മഹിമയുള്ള ഈ കാലൻ നമ്മളെ എല്ലാവരുടെയും സമീപത്ത് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് വേഗം പുറപ്പെടണം. എന്നിട്ട് പറയണു 20ാമത്തെ ശ്ലോകം, യേന ചൈവ അഭിപന്നോയം ചൈവാഭിപന്നോയം പ്രാണേ പ്രിയതമൈരഭി ജനസദ്യോ വിയുജ്യേത കിമുദാ നിർധനാദിഭി. യേന ചൈവാഭിപന്നോ അയം പ്രാണേ പ്രിയതമൈരഭി ജനസദ്യോ വിയുജ്യേത കിമുദാ നിർധനാദിഭി. യാതൊന്നിനാൽ പ്രാപിക്കപ്പെട്ട ഈ ജനം ഏറ്റവും പ്രിയപ്പെട്ട പ്രാണങ്ങളാലും ഉടൻ വിയുക്തനായി വരും. അന്യങ്ങളായ ധനാദികളാൽ പിന്നെ പറയണമോ? ജനിച്ചാൽ മരണം ഉറപ്പാ. അപ്പോൾ അന്യങ്ങളായ ധനാദികൾ വിട്ടു പോണ്ടി വരുന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഓർത്ത് വെക്കണ്ടേന്നാണ് ചോദിക്കുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ ധനാദികളെ വിട്ടു പോകണമല്ലോ. അത് അസഹ്യമല്ലേ എന്നതിന് സമാധാനം, യാതൊരു കാലനാൽ ബാധിക്കപ്പെട്ട ഏതൊരു പ്രാണിയും അത്യന്തം പ്രേമാസ്പദങ്ങളായ പ്രാണങ്ങളെയും, പ്രാണനേക്കാൾ വലുതല്ലല്ലോ. പ്രാണനെ അപഹരിക്കുമ്പോൾ വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു 10 ലക്ഷം തരാം എന്ന് പറയാൻ പറ്റുമോ? കോടികളുള്ള ആൾക്കാരില്ലേ? ഈസ്റ്റ് വെസ്റ്റ് അല്ലേ, ഒരു പ്ലെയിൻ കമ്പനി ഉണ്ടായിരുന്നു. ഞാനതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഈസ്റ്റ് വെസ്റ്റോ എന്താ, എനിക്കൊരു പേര് ശരിക്കും ഓർമ്മയുണ്ട്. അതിൻ്റെ ഉടമസ്ഥ 1250 കോടി രൂപയുടെ മാലിക. മരണസമയത്ത് ഭാര്യയുമില്ല മക്കളുമില്ല അടുത്ത്. കാരണം അഭിപ്രായ വ്യത്യാസം. 10 റുപ്യ നാട്ടുകാർ കൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വായിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഭാഗവതം പറഞ്ഞു 100% ശരിയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയണു, അങ്ങയുടെ പിതാവ്, സഹോദരൻ, ഇഷ്ടന്മാർ, പുത്രന്മാർ ഹനിക്കപ്പെട്ടവരായി വയസ്സതിക്രമിച്ചു. അങ്ങയുടെ അല്ലേ, അനിയൻ മരിച്ചു, പാണ്ഡ് മരിച്ചു, അങ്ങയുടെ മക്കളൊക്കെ മരിച്ചു യുദ്ധത്തിൽ. അങ്ങയുടെ സതീർത്ഥ്യന്മാരായിരിക്കുന്ന രാജൻ 11 അക്ഷൗഹിണി അങ്ങയുടെ പക്ഷത്തും 7 അക്ഷൗഹിണി പ്രതിപക്ഷത്തും ഉണ്ടായിട്ട് 18 അക്ഷൗഹിണി മരിച്ചു. അപ്പോൾ ശരീരവും ജരയാൽ ഗ്രസിക്കപ്പെട്ടു. അന്യഭവനത്തെ ഉപാസിക്കുന്നു. പാണ്ഡുമക്കൾ അങ്ങക്ക് അന്യനാണ്. കാരണം അങ്ങ് ധൃതരാഷ്ട്രാലിംഗനം കൊണ്ട് ഭീമസേനനെ കൊല്ലാൻ ശ്രമിച്ച ആളാണ്. പക്ഷേ കൃഷ്ണൻ്റെ തടിമുടുക്ക് കൊണ്ട് ഭീമൻ രക്ഷപ്പെട്ടതാ. എന്നിട്ടും ഭീമൻ തരുന്ന ചോറൂറിൽ കഴിച്ചിട്ടാണ് അങ്ങ് ജീവിക്കുന്നത്. ഇത് ഓർമ്മയില്ലേ ഏട്ടാ? പോവാ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു,
പ്രപഞ്ച വൈരാഗ്യം ജനിപ്പിക്കുവാൻ വേണ്ടി വിതുരർ ധൃതരാഷ്ട്രനെ നിന്ദിക്കണം. അനിയൻ മൂത്ത സഹോദരൻ നിന്ദിക്കണത് എന്തിനാ? വൈരാഗ്യം വന്ന് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഏട്ടൻ്റെ ബുദ്ധികേട് കൊണ്ട് ഏട്ടനെ സദ്ബുദ്ധി വരുത്താൻ വേണ്ടി അനിയൻ പ്രവർത്തിക്കണമെന്നർത്ഥം. അങ്ങയുടെ അച്ഛൻ, സഹോദരൻ, സുഹൃത്തുക്കൾ, പുത്രന്മാർ ഇവരെല്ലാം യുദ്ധത്തിൽ ശത്രുക്കളാൽ ഹനിക്കപ്പെട്ടു. വയസ്സും വേണ്ടുവോളം കഴിഞ്ഞു. ശരീരത്തിൽ ജര ബാധിച്ചു. ഇത്രയായിട്ടും അന്യൻ്റെ വീട്ടിനെ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ. ധൃതരാഷ്ട്രൻ്റെ പിതൃസ്ഥാനം ഭീഷ്മർക്കുള്ളത് കൊണ്ടാണ് യുദ്ധത്തിൽ ശത്രുക്കൾ പിതാവിനെ ഹനിച്ചുവെന്ന് സാമാന്യമായി പറഞ്ഞതെന്ന് ധരിക്കണം. ഓക്കെ, അടുത്ത ശ്ലോകത്തോടു കൂടി നിർത്താം. 22 അഹോ മഹീയസി ജന്തോർ ജീവിതാശായയാം ഭവാൻ. ജീവിതാശ എന്ന് പറഞ്ഞത് പിടിച്ചു കെട്ടാൻ പറ്റാത്ത കുതിരയാണെന്നാണ് പറഞ്ഞത്. അഹോ മഹീയസി ജന്തോർ ജീവിതാശായയാം ഭവാൻ ഭീമേനാവർജിതം പിണ്ഡം മാധത്തെ ഗൃഹപാലവത്. അഹോ മഹീയസി ജന്തോർ ജീവിതാശായയാം ഭവാൻ ഭീമേനാവർജിതം പിണ്ഡം മാധത്തെ ഗൃഹപാലവത്. ഭീമനാൽ വർജിക്കപ്പെട്ട ഒരു ഉരുളയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങ് ജീവിക്കുന്നത്. ഇപ്പോൾ മതി എന്നാണ് പറഞ്ഞത്. പ്രാണിയുടെ ജീവിപ്പാനുള്ള ആഗ്രഹം ഏറ്റവും ശക്തിയുള്ളത്. ആശ്ചര്യം, യാതൊന്നുകൊണ്ട് അങ്ങ് ഭീമനാൽ നൽകപ്പെടുന്ന അന്നത്തെ ശ്വാവിന് തുല്യം, നായയ്ക്ക് തുല്യം സ്വീകരിക്കുന്നു എന്നാണ്. എങ്ങനെ വൈരാഗ്യം വരാതെണ്ടിരിക്കുക? ആലോചിച്ച് നോക്കൂ. ആശ്ചര്യം, പ്രാണികൾക്ക് ജീവിച്ചിരിപ്പാനുള്ള ആശ കുറച്ചൊന്നുമല്ല. ആ ആശ കൊണ്ടല്ലയോ മക്കളെ കൊന്ന ഭീമസേനൻ തരുന്ന ഭക്ഷണത്തെ ശ്വാവിനു സമം അങ്ങ് വാങ്ങിക്കഴിക്കുന്നത് എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സഹോദരൻ യമധർമ്മരാജാവിൻ്റെ ശൂദ്രഭാവത്തിലുള്ള വിതുരർ എങ്ങനെ പറയാം? ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ നോക്കാം. അപ്പോൾ ലോക സമാധാനത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാവണം ഓരോ വ്യക്തികളിലും. അതിന് ഭാഗവതത്തെ സ്വീകരിക്കുക. ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡേഴ്സ്, ക്ലാസ്, കോൺഷ്യസ്നെസ്. പ്രൊണൗൺസിയിലെ ഈസ്റ്റ് ഓർ വെസ്റ്റ്, നോർത്ത് ഓർ സൗത്ത്, ഏവർക്കും വായിച്ച അർത്ഥം മനസ്സിലാക്കാം. സൂര്യൻ്റെ താഴെ എല്ലാവർക്കും ഈ ഭാഗവത സുലഭമാണ്. ആശ്ചര്യമാണ് അതിൻ്റെ ഫലം. പക്ഷേ പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവരേണ്ടത് വ്യക്തികളാണ്. അതിന് ജന്മാന്തര പുണ്യം വേണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നാളെ കാണാം.